ഇപ്പം എനിക്കൊന്ന് ബിഗ് ബോസിന്റെ ചർച്ചകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് PR വർക്കിനെ കുറിച്ചാണ്. ഇപ്പം ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തു ബിഗ് ബോസ് തന്നെ. ബിന്നി എന്തോ പറഞ്ഞു എന്നല്ലേ? ബിന്നി അതെ. എന്തോ ഞാനും അനുമോൾക്ക് ഒരേ PR അങ്ങനെ എന്തല്ലേ? ശരിക്കും PR ഉണ്ടായിരുന്നോ? എനിക്ക് ഇല്ലായിരുന്നു. ഞാൻ PR കൊടുത്തിട്ടല്ല പോയത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, PR കൊടുത്താലും തെറ്റില്ലല്ലോ. എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകൾ മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും നമുക്ക് ഇപ്പം ഇൻഡസ്ട്രി നിൽക്കുന്നവരാണ്, നമുക്കൊരു സെൽഫ് പ്രൊമോഷൻ എന്ന പോലെ പല ആൾക്കാരും നമ്മൾ ചെയ്യുന്നില്ലേ? അതുപോലെയൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതും PR തന്നെയാണ്. പക്ഷെ ഞാൻ ഇതിന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മത്സരാർത്ഥി മത്സരിക്കാൻ പോയി, അവർ ചെയ്യുന്ന നല്ല വശങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അത് ജനങ്ങളിടയിലേക്ക് എത്തിക്കുക, അവർക്ക് ജന പിന്തുണ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണല്ലോ PR ചെയ്യേണ്ടേ? ഇതല്ലേ ചെയ്യേണ്ടേ? ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മറ്റ് കണ്ടസ്റ്റൻസുകളെ നശിപ്പിക്കാൻ ശ്രമിക്കുക, അവരുടെ ലൈഫിലോട്ട് കയറിയിട്ട് അവരെ ലൈഫ് തകർക്കാൻ നോക്കുക, വളരെ മോശപരമായിട്ട് സംസാരിക്കാൻ, കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുക. അവിടെയൊക്കെയാണ് എനിക്കിതിനോട് എതിർപ്പുള്ളത്. ഞാനും അനുമോളും തമ്മിൽ ഒത്തിരി ടോക്ക് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അത് അവിടെ കഴിഞ്ഞു എന്ന് കരുതി എനിക്ക് തോന്നുന്നില്ല അനുമോളുടെ ഉള്ളിൽ എനിക്ക് എൻ്റെ അടുത്തൊരു വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 1% പോലും ഇല്ല. മനസ്സിലായില്ലേ? അത് അവിടെ കഴിഞ്ഞു. ഷോയ്ക്ക് ഈ അവസരം നിങ്ങൾ എല്ലാവരും പുറത്തുള്ള ഇന്ന് ഈ പറയുന്നവരൊക്കെ പുറത്താവും. അവസാനം നമ്മളെല്ലാവരും ഒറ്റ കെട്ടുപോകും. അവസാനം ഞങ്ങൾ തോളിൽ കെട്ടി കിടക്കുകയും ചെയ്യും, ഇവരവിടെ മാറി ചിരിക്കുകയും ചെയ്യും, കരയുകയും ചെയ്യും. എത്ര സംഭവിക്കാൻ പോണേ? ഇത് എന്തൊക്കെയാണ്? ജയിക്കണമെങ്കിൽ ജയിച്ചാൽ പോരെ, മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇന്ന PR വർക്ക് എന്നല്ല ഉദ്ദേശിച്ചത്. ടോട്ടലി അങ്ങനെ ഒരു സംഭവം എൻ്റെ കണ്ണിൽ കണ്ടു. അത് ഇന്ന ആളുടെ PR എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. PRമാർ ഇത് ചെയ്യുന്നവരോട് ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുക. നിങ്ങൾ നിങ്ങളെ കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക, അവരെ നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കൂ. പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിപ്പോ എല്ലാവർക്കും PR ഉണ്ടെന്നും പറയണോ? കാണും, മേ ബി ഉണ്ടായേക്കാം. ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസ് കണ്ടസ്റ്റന്റ് പറഞ്ഞത് അനുമോൾക്കാണ്. അനുമോൾ പറയുകയും ചെയ്തല്ലോ, അനുമോൾക്ക് PR ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അനുമോൾ എന്താ പറഞ്ഞത് ശ്രദ്ധിച്ച മനസ്സിലാവും. അനുമോൾ പറഞ്ഞു, യെസ് എനിക്ക് PR ഉണ്ട്, ഞാൻ PR ഏൽപ്പിച്ചിട്ടാണ് വന്നത്. എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കണ്ടന്റുകൾ വെളിയിൽ പോകുമ്പോൾ എൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അനുമോൾ PR കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് അനുമോൾ അവിടെയും പറഞ്ഞത്. അത് വലിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വരുമ്പോൾ നല്ല കഴിവുള്ള ആൾക്കാരുടെ അവസരങ്ങൾ നഷ്ടപ്പെടരുത്. അത് അന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു. കാരണം PR ഉള്ളത് കൊണ്ട് മാത്രം അവിടെ നിലനിൽക്കുന്നു, ടാലന്റുള്ള ആൾക്കാർ പുറത്തു. അത് താല്പര്യമില്ല. അവസരങ്ങൾ നഷ്ടം. ജെന്യുവിനായിട്ട് ആരെ പിന്നെ ഈ പറയുന്ന പോലെ നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ട് ആരും ജെന്യുവിനായിട്ട് നിൽക്കില്ലല്ലോ. ഒരാളെ ജയിപ്പിക്കാനായിട്ട് എങ്ങറ്റം വരെ പോകാൻ മനസ്സുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ നിൽക്കുമ്പോൾ എന്ത് പറയാൻ പറ്റും? ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ PR ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. സ്ട്രോങ് ആയിട്ടുള്ള PR ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ PR ആർക്കും കൊടുത്തില്ല. പക്ഷെ എനിക്ക് നല്ല പ്രൊമോഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പോസ്റ്റുകളും ഒത്തിരി വീഡിയോകളും കാര്യങ്ങളൊക്കെ എൻ്റെ വന്നിട്ടുണ്ട്. എൻ്റെ റീൽസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ സംസാരിക്കുന്ന ഓരോ കണ്ടന്റുകളും പുറത്ത് നല്ല രീതിക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ചെയ്തതാണ്, എൻ്റെ സുഹൃത്തുക്കൾ ചെയ്തതാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ ചെയ്തു. പിന്നെ എൻ്റെ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എനിക്ക് മീഡിയയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. അതൊക്കെ അതും PR അല്ലേ? ഇല്ലേ? ഒരു കാശ് കൊടുത്ത് ഇത്ര ദിവസം നിർത്തിക്കാം, അല്ലെങ്കിൽ ഇത്ര ദിവസം ഞാൻ നിൽക്കാം, അങ്ങനെയൊന്നും ഞാൻ ഒരിടത്തും ഏർപ്പാടാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും ചെയ്തിട്ടില്ല എൻ്റെ അകത്തുനിന്ന് തോന്നുന്നു. ഇപ്പൊ ഡോക്ടർ ബിന്നി പറഞ്ഞ പോലെ ശത്തേട്ടന്റെ തന്നെയായിരുന്നു അനുമോൾ ഇപ്പൊ PR ചെയ്യുന്നത് സെയിം ആണ് എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല, അത് ഞാൻ നിഷേധിക്കും. ബിന്നി അത് ആ സമയത്ത് ചിലപ്പോൾ അനുവിൻ്റെ വാടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം, മേ ബി അതായിരിക്കാം. അപ്പോൾ കുറേ എനിക്കത് അതുകൊണ്ട് ഞാനത് ക്ലാരിറ്റി വരുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത്രേ ഉള്ളൂ. അവരവരെ പ്രൊമോഷൻ ചെയ്യുന്നത് നല്ലതാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളത് നല്ലതാണ്. പക്ഷെ അത് ഒരു മത്സര ബുദ്ധിയോടുകൂടി നിൽക്കുക. കഴിവുള്ളവർക്ക് സമ്മാനം അല്ലെങ്കിൽ പ്രൈസ് മണി കിട്ടട്ടെ, അത്രേ ഉള്ളൂ. ആരെ ദ്രോഹിക്കാതിരിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കണ്ടസ്റ്റൻറ്റുകളുടെ ഉള്ളിലും ഒരു വൃത്തികെട്ട സ്വഭാവം, ഒരു വൈരാഗ്യ ബുദ്ധിയൊക്കെ തോന്നും. ഇഷ്ടവും ആത്മാർത്ഥതയൊക്കെ മാറിയിട്ട് എനിക്ക് ഇവരുണ്ടല്ലോ അപ്പോൾ എന്തും ചെയ്യാമെന്നുള്ള രീതിയൊക്കെ ചിലപ്പോൾ മാറും. ടാസ്കുകളിൽ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ അഭിപ്രായങ്ങൾ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് മോശം വിചാരിക്കൂ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്നും നടക്കില്ല. എവിടെയെങ്കിലും മാറി ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇത്രയും ദിവസം അവിടെ നിന്നു, അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവിടുത്തെ കളികൾ. അല്ലെങ്കിൽ നമ്മളിപ്പോ പുറമേന്ന് കണ്ട് അകത്തേക്ക് പോകുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ അകത്ത് പെർഫോം ചെയ്തത് പകുതി പുറത്തേക്ക് വരുന്നില്ല എന്നും പറയുന്നത്. അതൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്.
അതൊരു നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന ലൈവ് പോലും എഡിറ്റിംഗ് വേർഷനാണ്. 24 hours ഉള്ള സാധനത്തിനെ കട്ട് ചെയ്ത് ഇത്ര മണിക്കൂറിനാക്കിയിട്ടല്ലേ നിങ്ങൾ എപ്പിസോഡ് കാണുന്നത്. അതൊക്കെ ഒരു ഷോയുടെ ഒരു ഭാഗമായിട്ടാണ്. അത് അവർ അടിപൊളിയായിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങൾ കാണാത്ത ശരത്തേട്ടന്റെ പെർഫോമൻസ് ഇനിയുണ്ടോ? ഇല്ല, ഞാൻ കാണാനായിട്ടൊന്നുമില്ല. കുറേ കോമഡി ഒന്നും കണ്ടില്ല. അതെനിക്ക് പക്ഷേ എൻ്റെ വൈഫ് ഞാൻ പറഞ്ഞു, ഞാൻ എന്തോരം കോമഡി കാണിച്ചു അവിടെ കിടന്ന്, എന്തോരം ഫണ്ണ് കളിച്ചു, എന്തോരം ഞാൻ. പക്ഷെ ഇവിടെ കാണിച്ചത് മൊത്തം ഞാൻ ഒരു കലിപ്പനായിട്ടാണ് കാണിച്ചത്. അതെ, ഞങ്ങൾ പോയി ശരിക്കും ഭയങ്കര കലിപ്പനും ചൂടായിട്ടൊക്കെ എന്നെ കാണിച്ചു. ഞാനാ നമ്മുടെ പിള്ളേരത്തൊക്കെ എന്ത് സ്നേഹമായിരുന്നു ഞാൻ. അത് ഞങ്ങൾ ഒരു തവണ ഫുഡ് അതിലാണ് ഇവിടെ അനുഭവമെടുത്ത് ഞാൻ വലിയ കാര്യമായിരുന്നു. ഇവള് വഴക്കുണ്ടാക്കുമ്പോഴും ഞാൻ പറയും, നീ ഇങ്ങനെ നിൽക്കല്ലേ, നീ ഇങ്ങനെ നില്ല, അങ്ങനെ ചെയ്യും. പക്ഷെ അനുമോൾ അത് കേൾക്കൂല. അനുമോളുടെ വഴിക്കാൻ പോകും. അതുകൊണ്ടാണ് എനിക്ക് അനുമോളിനെ കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു നെഗറ്റീവ് ഒക്കെ ഉണ്ടായത്. പിന്നെ എല്ലാവരുടെ ഞാൻ വലിയ സ്നേഹം തന്നെയായിരുന്നു. അനീഷൊക്കെ ആയിട്ട് ആദ്യ സമയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി അനീഷുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. അനീഷിൻ്റെ പുസ്തകത്തിനെ കുറിച്ച് അനീഷ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഷാനവാസിക്ക, ഒനീൽ പറഞ്ഞ അഭിലാഷ്, രന ഫാത്തിമ, ബിൻസി, എല്ലാവരുമായിട്ടും അക്ബർ, എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം. ആര്യൻ, ജിസേൽ, എല്ലാവരോടും നല്ലൊരു. ഇപ്പം ശരിക്കും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ശരിക്കും ബിഗ് ബോസിനകത്ത്? നമ്മളൊരു കലിപ്പൻ മൂടാണല്ലോ ഞങ്ങൾക്ക് പുറത്തു വന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാ പറ്റുമായിരിക്കാം. നെവിൻ ഇപ്പൊ ഫൺ മൂടാണല്ലോ പിടിക്കണേ, ഫൺ രീതിയിലാണല്ലോ പറ്റുമായിരിക്കാം അങ്ങനെ. ഞാൻ പക്ഷെ അങ്ങനെ ശ്രമിച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ നല്ല വശങ്ങളും കൂടെ അവർ കണ്ടു കാണണോ. കുറേയൊക്കെ എന്തൊക്കെയോ നല്ല ഫണ്ടും കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ കുറേ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. പാവം കലാഭവൻ സരിക ചേച്ചി. സരിക ചേച്ചിയുടെ വിചാരം സരിക ചേച്ചി കലോത്സവത്തിന് മത്സരിക്കാൻ വന്ന പോലെയാണ്. സരിക ചേച്ചി അവിടെ വന്ന് ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, പദ്യപാരായണം പറഞ്ഞു 150 പാട്ട് പാടി. ഈ പാവത്തിന് അറിയില്ലേ, 150 പാട്ട് പോയിട്ട് 9 പാട്ട് പോലും ഇവർ പുറത്ത് കാണിച്ചില്ല. മേ ബി അവർ വന്നത് അങ്ങനെ, അവർ വന്ന എന്തിനാ അവരുടെ ഒരു ടാലന്റ് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നൊക്കെയുള്ളൊക്കെ മൈൻഡിലായിരിക്കും പാവം വന്നത്. പക്ഷെ അതിൻ്റെ പരിസരത്ത് പോലും എത്തിയില്ല പാവം. അതായിരുന്നു. അങ്ങനെ കുറേ മുൻഷി രഞ്ജിത്ത്, അദ്ദേഹം ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളൊരു നാടകം കളിച്ചു. നിങ്ങൾ കണ്ടില്ലല്ലോ? അദ്ദേഹം ചെയ്തു. വളരെ രസകരമായിട്ടൊരു നാടകം അദ്ദേഹം ചെയ്തു. ആ വീക്കെൻഡ് അതായത് ഫ്രൈഡേ ആണ് അത് ചെയ്തത്. ശനിയാഴ്ച എഡിറ്റായി പുള്ളി. അപ്പം അത് എപ്പിസോഡിൽ വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറേ, ചിലപ്പം അത് അവരുടെ ഒരു സിസ്റ്റം ആയിരിക്കുമല്ലോ. ഇപ്പം നമ്മുടെ ചാനലിൽ ഒരു സിസ്റ്റം ഉണ്ട്. അതേപോലെ അവരുടെ ഷോയ്ക്കും അവരുടെ ക്രിയേറ്റിവിറ്റിക്കും ഒരു സിസ്റ്റം ഉണ്ട്. അതനുസരിച്ചായിരിക്കുമല്ലോ ഔട്ട് പോകുന്നത്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇപ്പൊ ശരത്തേടെ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നു? ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് അറിയായിരുന്നു. ലാലേട്ടൻ വഴക്കേക്കല്ലെന്ന് മാത്രം ഉണ്ടായിരുന്നു. ഒരു ദിവസം പോലും ലാലേട്ടത് വഴക്കേക്കല്ലേ. പക്ഷെ എല്ലാ ദിവസവും എനിക്ക് വഴക്കേക്ക്. വേറെ ഒന്നും ചിന്തിച്ചില്ല. തലേ ദിവസം ഇവര് ഡ്രസ്സെല്ലാം കൊണ്ടുപോയിട്ട്, ഡ്രസ്സ് ചെന്നൈയിലെത്തി 100 ദിവസത്തെ ഡ്രസ്സ് കൊണ്ടുപോകാൻ പറഞ്ഞു. 100 ദിവസത്തെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് ചെന്നൈയിലെത്തിയിട്ട് രാത്രി ഒരു 1 മണിയായപ്പോൾ ഒരു റൂമിൽ വന്നിട്ട് ഈ ഡ്രസ്സൊക്കെ റിജക്റ്റ് ചെയ്തു. എൻ്റെ ടീഷർട്ടിലൊക്കെ കുറേ പേരുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്തു. പിന്നെ ഡ്രസ്സില്ല, എന്തു ചെയ്യും? ആ സെക്കൻഡിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇത്ര സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ കുറേ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങി ചെന്നൈ തന്നെ അറേഞ്ച് ചെയ്തു, എത്തിച്ചു. ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ തന്നെ പറയാം, ഡ്രസ്സ് ആർക്കും ഇല്ല, പണിപ്പുരയിൽ നിന്ന് വേണമെങ്കിൽ ഗെയിം കളിച്ചെടുക്കാം. അവിടെ തൊട്ട് പൊളിഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ എല്ലാവരെയും കോൺഫിഡൻസ് ലെവൽ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. ജിസയിലൊക്കെ അന്ന് എന്തോരം പ്രോബ്ലം ആയിരുന്നു. ജിസയിലൊക്കെ മേക്കപ്പ് ചെയ്യാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. രസകരമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബിഗ് ബോസ് ശരിക്കും പറഞ്ഞു. ഇപ്പോൾ ബിഗ് ബോസിന് പുറത്തിറങ്ങിയപ്പം നമ്മുടെ ക്യാരക്ടറിൽ പല ചേഞ്ചസ് വരുന്നു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും എനിക്ക് എടുത്തുചാട്ടക്കാരനാണ് കുറച്ച് കാര്യങ്ങളിൽ. പെട്ടെന്ന് പ്രകോപിതനാവും, പെട്ടെന്ന് ഇമോഷണൽ ആവും. എൻ്റെ മുമ്പിൽ ആരെങ്കിലും കരഞ്ഞാൽ തീർന്നു ഞാൻ, അപ്പം തീർന്ന് സീന. പിന്നെ എനിക്ക് അങ്ങനെ ആരെയും, ഞാൻ പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കും. എന്തും ഞാൻ പറയും, തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കില്ല. എനിക്ക് ബിഗ് ബോസിൻ്റെ ഇറങ്ങിയപ്പോൾ എനിക്ക് അതൊക്കെ കുറച്ച് മനസ്സിലായി. ഞാൻ കുറച്ച് കണ്ണിങ് ആവണം, എല്ലാവരോടും മനസ്സ് തുറക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ഇരു ചെവി അറിയാൻ പാടില്ല. ആരെയും അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സറിഞ്ഞ് വിശ്വസിക്കാൻ പാടില്ല എന്ന് മനസ്സിലായി. അത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് വിചാരിച്ചിട്ട് എനിക്ക് വേറെ ആരും എന്നെ പറ്റിച്ചൊന്നല്ല ഉദ്ദേശിക്കണേ. കുറച്ചൊക്കെ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളിൽ.